കേട്ടറിവ് സത്യമാണെങ്കിൽ നവാസ് ഈ ഒരു സൂപ്പർ കപ്പ് കൂടി മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാനുണ്ടായിരിക്കത്തുള്ളൂ. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ നവാസ് അദോയ്ക്ക് സ്ഥാനമുണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. അതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ ഐബൻ ഡോലിംഗും ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള സാധ്യതകൾ സജീവമായിട്ട് വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നവോച്ചയ്ക്ക് പകരക്കാരനായിട്ട് വേറെ ആരാണ്ടെ ബ്ലാസ്റ്റേഴ്സ് അണിയറയിൽ കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇന്റേണൽ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം പുറത്തേക്ക് പ്രചരിക്കുന്ന റൂമർ അനുസരിച്ച് നവാസ് അദോയി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനി തുടരാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സൂപ്പർ കപ്പിൽ പുള്ളി കളിക്കുമായിരിക്കും. ഒരു പക്ഷേ നല്ല പെർഫോമൻസ് ആണെങ്കിൽ ആൾ ഇവിടെ തുടരാനായിരിക്കും സാധ്യത. പക്ഷേ നവാസ് അദോയെ നമ്മൾ ടീമിലേക്ക് എടുക്കുമ്പം കഴിഞ്ഞ സീസണിന് മുന്നേ, അതായത് ഇപ്പം ഈ ഒരു സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ISL സീസൺ നേരത്തെ ബ്ലാസ്റ്റേഴ്സിൽ നോയയുടെ പൊസിഷനിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച ഐമന് അവസരങ്ങൾ കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഐമന് പ്ലേയിങ് ടൈം ഓഫർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അദ്ദേഹത്തിന് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോകേണ്ടി വരുന്നതിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഫ്യൂച്ചർ വേണോ നോ വേണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലോങ് ടേം വിഷനുള്ള ആളുകൾ ഐമന് തന്നെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. നോവ മേ ബി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ ഈ ഒരു സൂപ്പർ കപ്പോട് കൂടി അവസാനിച്ചേക്കും.